ഹലോ മക്കളെ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ ചാപ്റ്റർ ഒന്നും പഠിച്ചിട്ടില്ല, ഒരു തിയറിയും പഠിച്ചിട്ടില്ല എങ്കിലും നിങ്ങളൊന്നും പേടിക്കേണ്ട. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ പഠിച്ചു പോവുക. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് 60-ൽ ഒരു 35 മാർക്ക് വരെ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ഇത് വർക്ക് എനർജി പവർ മുതൽ ഫ്ലൂയിഡ്സ് വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെതാണ് ഇപ്പം ചെയ്യുന്നത്. ഇതിന് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സ്, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, സ്ട്രെയിറ്റ് ലൈന്, പ്ലെയിന്, ലോസ് ഓഫ് മോഷൻ ഒക്കെ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഓരോ ഡെറിവേഷൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും കേട്ടോ. ഇപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് നമ്മൾ വർക്ക് എനർജി പവർ മുതൽ ഫ്ലൂയിഡ്സ് വരെയുള്ള ചാപ്റ്റർ ചെയ്യുന്നത്. ശരിക്കും പല സ്കൂളുകളും തെർമോഡൈനാമിക്സ് വരെ, അതായത് ഫ്ലൂയിഡ്സ് കഴിഞ്ഞാൽ തെർമൽ പ്രോപ്പർട്ടീസും തെർമോഡൈനാമിക്സും കൂടെ സെക്കൻഡ് ടേം പോർഷൻസിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പം എന്തായാലും ഫ്ലൂയിഡ്സ് വരെ നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഒന്നും പഠിക്കാത്തവർ കേട്ടോ. എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ തെർമൽ പ്രോപ്പർട്ടീസും തെർമോഡൈനാമിക്സും കൂടെ നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അതായത് നിങ്ങളുടെ ചില സ്കൂൾസിൽ തെർമൽ പ്രോപ്പർട്ടീസും ചില സ്കൂളിൽ തെർമോഡൈനാമിക്സും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണോ നിങ്ങളുടെ സ്കൂളിൽ തന്നിരിക്കുന്ന പോർഷൻസ് അതുവരെ പഠിച്ചിട്ട് പോവുക. ഒരുവിധം എല്ലാം പഠിച്ച മക്കളാണെങ്കിൽ ഇതൊന്നും പഠിച്ചിട്ടില്ല, ഫിസിക്സ് ഇന്നലെയും കൂടെ മിസ്സിന് 1-2 കോൾസ് വന്നു, മിസ്സേ ഫിസിക്സ് ഇത്രയും സബ്ജക്ട്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഫിസിക്സ് ഒന്നും പഠിക്കാൻ തോന്നുന്നില്ല, ഫിസിക്സ് എടുക്കുമ്പോൾ പേടിയാവുകയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ സോളിഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്ലൂയിഡ്സിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഫ്ലൂയിഡ്സിൻ്റെ ബെർണോളിസ് പ്രിൻസിപ്പിളും കാപ്പിലറി റൈസിൻ്റെയും ഒക്കെ ഡെറിവേഷൻസ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തതിൻ്റെ ലിങ്കും കൂടെ ഫ്ലൂയിഡ്സിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പഠിച്ചിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇപ്പം നമ്മൾ റൊട്ടേഷണൽ മോഷനാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇനി ഗ്രാവിറ്റേഷനും വർക്ക് എനർജി പവറും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പം നാളെ ഉച്ചയ്ക്കാണല്ലോ പരീക്ഷ. അപ്പം നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ നോക്കേണ്ട കുറച്ച് ലോസും ഒക്കെ നമ്മൾ അത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. ലോസ് മാത്രം ഇങ്ങനെ പഠിച്ചിട്ട് പോകാനായിട്ട്. പിന്നെ നമുക്കിനി മോഡൽ എക്സാമും ബോർഡ് എക്സാമും ഒക്കെ കിടക്കുന്നില്ലേ, അന്നേരം നമുക്ക് ഇതുപോലെ കുറച്ചായിട്ട് കാര്യങ്ങൾ പഠിച്ച് ആ പരീക്ഷയാകുമ്പോഴേക്കും നമുക്ക് ഫുൾ സെറ്റാകാം. ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ തൽക്കാലം ഒന്നും പഠിക്കാതെ പോകുന്നതിനെക്കാട്ടിലും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകണ്ടേ. അത് പഠിച്ചു പോകുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിച്ചു പോവുക. അപ്പം നമുക്ക് ഇനി അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് റൊട്ടേഷണൽ മോഷനാണ്. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ ശരിക്കും വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിലീറ്റഡ് ആണ്. പക്ഷേ ജനറലായിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതായത് 2021 മുതൽ 2023 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇംപ്രൂവ്മെൻറ്റ്, ബോർഡ് എക്സാം, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ആ ചാപ്റ്ററിലുള്ള ഒരു 85% കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് കഴിയും, ഉറപ്പാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ മാർച്ച് 2021, അതായത് 2021 ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ? ഒരുപാട് പ്രാവശ്യം അതിന് മുന്നേ ഒക്കെ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ലീനിയർ മോഷനിൽ, നമ്മൾ സാധാരണ മോഷനിൽ, അതായത് സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ മാസ് എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷനിൽ ആരുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? അതും കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞേക്കാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ mr² ആണ് ഇക്വേഷൻ. അതായത് ഒരു ബോഡി ഒരു റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്താണ്? ആക്സിസ് ഓഫ് റൊട്ടേഷനും ആ ബോഡിയും തമ്മിലുണ്ടാവുന്ന ഡിസ്റ്റൻസ്, അതിൻ്റെ സ്ക്വയറാണ് r² എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ദ ബോഡി, ദാറ്റ് ഈസ് r². സോ I is equal to mr², where m is the mass of the body. അപ്പോൾ ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഓരോ ബോഡിയുടെയും ഷേപ്പിനനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. ഓരോ ബോഡിയുടെയും ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുന്നതിനനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. ഓക്കെ, അപ്പം ജനറലായിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ ഇതാണ് വരുന്നത്, I is equal to mr². അപ്പോൾ നമ്മുടെ ലീനിയർ മോഷനിൽ, അതായത് സ്ട്രെയിറ്റ് ലൈൻ സാധാരണ മോഷനിൽ മാസ് എന്താണോ അതാണ് റൊട്ടേഷണൽ മോഷനിൽ എന്തെന്ന് പറയുന്നത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീനിയർ മോഷനിൽ ഫോഴ്സിന് പകരമാണ് നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ എന്ത് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. ലീനിയർ മോഷനിലെ ഫോഴ്സാണ് റൊട്ടേഷണൽ മോഷനിലെ ടോർക്ക്. അതുപോലെ തന്നെ ലീനിയർ മോഷനിലെ ലീനിയർ മൊമെൻറ്റം എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? അതാണ് റൊട്ടേഷണൽ മോഷനിലെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയും. L എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് ഇതൊക്കെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. അപ്പം അനലോഗ് ഓഫ് ഫോഴ്സസ് ടോർക്ക്, അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഇസ് ആംഗുലാർ മൊമെൻറ്റം, അനലോഗ് ഓഫ് മാസസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. പഠിച്ചല്ലോ? ഓക്കെ. ഇനി അടുത്തത് എന്താണ് ചോദ്യം നോക്കൂ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഡിപ്പെൻഡ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, റിജിഡ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ആ ബോഡിയിലേക്ക് നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും ആ ബോഡിയിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ബോഡീസിനെയാണ് റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത്. വെച്ചാൽ സ്ട്രോങ് ബോഡീസ് അത്രയേ ഉള്ളൂ. ഒരു ഡിസ്കോ അല്ലെങ്കിൽ ഒരു സ്ഫിയറോ ഹോളോസ്ഫിയറോ സിലിണ്ടർ, ഇതൊക്കെ എന്താണ്? റിജിഡ് ബോഡീസ് ആണ്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ ബോഡി ആണല്ലോ അല്ലേ. I=mr² അല്ലേ. അപ്പോൾ ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് എന്താണ്? പൊസിഷൻ ഓഫ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു അല്ലേ, അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കൂ, ഈ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ അതിനൊരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. ഇനി ഈ ബോഡി ചിലപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. എങ്ങനെ? ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറും. അതായത് ഇങ്ങനെ ഇതിൻ്റെ സെൻറ്ററിൽ, ബോഡിയുടെ സെൻറ്ററിൽ കൂടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരും. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴെന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ വ്യത്യാസം വരും. ഓക്കെ. അപ്പോൾ എങ്ങനെയൊക്കെ ഈ ബോഡിയുടെ റൊട്ടേഷൻ മാറുന്നോ അതിനനുസരിച്ച് ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറും. ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. മൂന്നാമത്തേത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലേ. ഓരോ ബോഡിയിലും മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിനെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ മാർച്ച് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി 2022 മോഡൽ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ആംഗുലാർ മൊമെന്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഇസ് I അല്ല, ഇത് L ആണ്. L = R × P. ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ L എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Lൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. R × P ആണ്. എന്താണ് R എന്ന് പറയുന്നത്? പൊസിഷൻ വെക്റ്റർ എന്ന് പറയും. പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഒറിജിൻ മുതൽ ആ ബോഡിയുടെ പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. പൊസിഷൻ വെക്റ്ററും P എന്താണ്? ലീനിയർ മൊമെന്റം ആണ്. സോ വാട്ട് ഈസ് ആംഗുലാർ മൊമെന്റം? ഇറ്റ് ഈസ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ വെക്റ്റർ ആൻഡ് ലീനിയർ മൊമെന്റം. ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ വെക്റ്റർ ആൻഡ് ലീനിയർ മൊമെന്റം, അതാണ് L, ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഈ റിലേഷൻ വെച്ചിട്ട് നിങ്ങളോട് dl/dt = τ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറയുകയാണ്. അതായത് ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? ലീനിയർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള റിലേഷൻ വളരെ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആംഗുലാർ മൊമെന്റം = R × P. അപ്പം നിങ്ങളിത് കാണുന്നവർ മിസ്സിൻ്റെ ഒപ്പം തന്നെ എഴുതി പഠിക്കുക. ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ട് എഴുതുന്ന റിലേഷൻ എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ പോവുക. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ പോവാണ്. ടോർക്ക് ആൻഡ് L കേട്ടോ. അപ്പോൾ L = R × P. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് രണ്ട് വശത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ d/dt ഓഫ് ആംഗുലാർ മൊമെന്റം = d/dt ഓഫ് R × P ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് d/dt ഓഫ് R × P എന്താണെന്ന് അറിയാമോ? അറിയാമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലും തെറ്റൊന്നുമില്ല. എന്നാൽ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നോക്കൂ, ഇവിടെ 2 ഫങ്ഷൻസ് ഉണ്ടല്ലേ. R എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എന്ന് പറയും, P എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ 2 ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ആ ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ എടുത്തെഴുതുക R. ഇവിടെ ഒരു ക്രോസ് ഇടുക. ഓക്കെ. കാരണം ക്രോസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ക്രോസ്, സാധാരണ ഇൻറ്റു ആണ്, പക്ഷേ ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ക്രോസ് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതായത് dp/dt എന്ന് എഴുതുക. എന്നിട്ട് പ്ലസ് ഇട്ടിട്ട് ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് ഫംഗ്ഷൻ എഴുതുക, അതായത് P ഇടുക, ക്രോസ് ഇടുക, ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതായത് dr/dt ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. മനസ്സിലായോ? എളുപ്പമല്ലേ? അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി, എന്നിട്ട് ക്രോസ് ചെയ്തു, സെക്കൻഡ് ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എഴുതി, ക്രോസ് ചെയ്തിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി. അപ്പോൾ അതാണ് dl/dt എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് dp/dt? P എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം നമ്മൾ പഠിച്ചു, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. എന്താണത്? ഫോഴ്സ് അല്ലേ. അപ്പോൾ dp/dt എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്.
ആർ ക്രോസ് എഫ് എന്ന് കൊടുത്തു. പ്ലസ് ഇവിടെ ലീനിയർ മൊമെൻറ്റത്തിന് പകരം നമുക്ക് ചെയ്യേണ്ടത് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതി അല്ലേ. ലീനിയർ മൊമെൻറ്റത്തിന് പകരം മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതി. ക്രോസ് ഇത് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ വെക്ടർ ആണ്. പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു നമ്മൾ പഠിച്ചു? മോഷനെ സ്ട്രേറ്റ് ലൈനിൽ പഠിക്കുന്നുണ്ട്, വെലോസിറ്റി ആണ് കിട്ടുക. പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വെലോസിറ്റി അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ക്രോസ് വി അല്ലേ, ഡി ആർ ബൈ ഡി ടിക്ക് പകരം വി എന്നും കൊടുത്തു. ഓക്കെ, ഇനി വി ക്രോസ് വി എന്ന് പറയുന്നത് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് സെയിം ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ നമുക്ക് 0 കിട്ടി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിപ്പോയി? കട്ടായിപ്പോയി. ബാക്കി എന്താ വരുന്നത്? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് വന്നു. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ടോർക്കാണ്. ആർ ക്രോസ് എഫ് പൊസിഷൻ വെക്ടറും ഫോഴ്സും തമ്മിലുള്ള ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് ആണ്. ടോർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത് ഡോ ഈക്വൽസ് ആർ ക്രോസ് എഫ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ടോർക്ക് എന്ന് കിട്ടി. സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, പ്രശ്നമില്ലല്ലോ അല്ലേ. എൽ ഈക്വൽസ് ആർ ക്രോസ് പി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഡി പി ബൈ ഡി ടിക്ക് പകരമാണ് എഫ് എടുത്തത്. ഡി ആർ ബൈ ഡി ടിക്ക് പകരം നമ്മൾ വി കൊടുത്തു. പക്ഷേ വി ലീനിയർ മൊമെൻറ്റത്തിന് പകരം എം വി എന്ന് കൊടുത്തു. വി ക്രോസ് വി 0 ആയതുകൊണ്ട് അതങ്ങ് കട്ടായിപ്പോയി. ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് ടോയാണ്. പഠിച്ചല്ലോ. അപ്പോൾ ഇത് 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷനാണ് കേട്ടോ. ഒരു ചെറിയ ഡെറിവേഷനാണ്, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ദാ വാട്ട് ആർ ദ അനലോഗ്സ് ഓഫ് മാസ് ആൻഡ് ഫോഴ്സ് ഇൻ റൊട്ടേഷണൽ മോഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ്? മാസിൻ്റെ അനലോഗ് എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഫോഴ്സിൻ്റെ അനലോഗ് എന്താ? ടോർക്ക് അല്ലേ. ഓക്കെ, ഇനി ജൂൺ 2022 അതായത് 2022 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനാണ് ചോദിച്ചത്. എന്തൊക്കെയാണെന്ന് നോക്കാം. The angular speed of a rotating body changes from ω1 to ω2 without applying an external torque, but due to change in moment of inertia. Find the ratio of radii of gyration in the two cases. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാനുണ്ട്. ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോൾ നിങ്ങൾ മോഷനെ പ്ലെയിനിൽ പഠിച്ചത് ഓർമ്മയുണ്ടാവും. ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ആ ബോഡിയുടെ പൊസിഷൻ ഇവിടെയായിരുന്നു എന്ന് വിചാരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ബോഡിയുടെ പൊസിഷൻ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ആംഗിൾ കിട്ടുന്നുണ്ടോ? ആ ആംഗിളിന് എന്താ പറയുക? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് പറയുക കേട്ടോ. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം നമുക്ക് ആംഗുലാർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് മാത്രമായതുകൊണ്ട് നമുക്ക് ആംഗുലാർ സ്പീഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് കിട്ടി അല്ലേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ആംഗുലാർ സ്പീഡ് ω1 നിന്ന് ω2 മാറി വിത്തൗട്ട് അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ടോർക്ക് ബട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻ ദ 2 കേസസ്. അപ്പം നമ്മളിവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എടുക്കാൻ പോവാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്തായിരുന്നു? ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ. ഇവിടെയും എന്താണ്? നമ്മൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഇസ് എ കോൺസ്റ്റന്റ് ആണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇനി ഈ ആംഗുലാർ മൊമെൻറ്റത്തിന് നമുക്ക് L ഈക്വൽസ് I ഒമേഗ എന്ന് എഴുതാം. നിങ്ങൾ ഇതേ ഇക്വേഷൻ ഒന്ന് നമ്മുടെ ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്തേ. നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് ലൈൻ മോഷനായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിക്കേ. ആംഗുലാർ മൊമെൻറ്റത്തിന് വരെ നമ്മൾ അവിടെ എന്താ എഴുതുക? ലീനിയർ മൊമെൻറ്റം ഈക്വൽസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് വരെ നമ്മൾ അവിടെ എന്താണെന്നാ പറയുക? മാസ് എന്ന് പറയും അല്ലേ. ആംഗുലാർ വെലോസിറ്റിക്ക് പകരം അവിടെ എന്താ നമ്മൾ പറയുക? ലീനിയർ വെലോസിറ്റി. അപ്പോൾ കണ്ടോ, ലീനിയർ മൊമെൻറ്റം ഈക്വൽസ് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് I ഒമേഗ എന്ന് പറയുന്നത്. മനസ്സിലായോ? I എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. ഒമേഗ എന്താണ്? ആംഗുലാർ സ്പീഡാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ ഓരോരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങളും കൂടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിനി ഇത് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ എടുക്കുക. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? I ഒമേഗ ഈക്വൽസ് എ കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് I1 ω1 ഈക്വൽസ് I2 ω2 എന്ന് എടുക്കാമല്ലോ അല്ലേ. എടുക്കാം. ഇനി റേഷ്യോ ഓഫ് റേഡിയൈ ഓഫ് ഗൈറേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്.
റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോഡി, ഈ ബോഡിക്ക് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും അല്ലേ. ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൈൻ റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിച്ചൂടെ? എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ and the center of gravity of the body. Distance between axis of rotation and center of gravity of the body. അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കേട്ടോ. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എന്തെടുക്കാം? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ എടുക്കുമ്പോൾ എൽ ഒമേഗ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എൽ ഈക്വൽസ് ഐ ഒമേഗ, അതൊരു കോൺസ്റ്റന്റ് ആണ്. അതൊരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ I1 ω1 ഇസ് ഈക്വൽ ടു I2 ω2. അപ്പോൾ ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? I എന്ന് പറയുന്നത് എം ആർ സ്ക്വയറിന് പകരം നമ്മൾ ആറിന് പകരം എന്ത് കൊടുക്കണം? കെ സ്ക്വയർ കൊടുക്കുക. എം കെ സ്ക്വയർ ω1 ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് K1 എന്ന് കൊടുക്കാം അല്ലേ. നെക്സ്റ്റ് ഇവിടെ എന്ത് കൊടുക്കണം? എം K2 സ്ക്വയർ ഇൻറ്റു ω2 അല്ലേ. ഇനി നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കിക്കേ. ഡ്യൂ ടു വിത്തൗട്ട് അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ടോർക്ക് ബട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് അവിടെ മാറുന്നത് അല്ലേ. അപ്പോൾ മാസ് ഈക്വൽ ആണ്, അത് കട്ട് ചെയ്ത് കളയുക. നമുക്ക് K1 സ്ക്വയർ ബൈ K2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? ω2 ബൈ ω1 എന്ന് കിട്ടും അല്ലേ. നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ. സോ K1 ബൈ K2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ω2 ബൈ ω1 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ω2 ഇസ് ടു റൂട്ട് ω1. ഇതാണ് K1 ഇസ് ടു K2 എന്ന് പറഞ്ഞ് കിട്ടുന്നത് റേഷ്യോ. K1 ഇസ് ടു K2 ഈക്വൽസ് റൂട്ട് ω2 ഇസ് ടു റൂട്ട് ω1. അപ്പോൾ നമ്മളിവിടെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. എന്നിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ടേംസിലേക്ക് മാറ്റിയിട്ട് ചെയ്യുകയാണ് ചെയ്തത്. എളുപ്പമല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ആറാമത്തെ ചോദ്യം. Tau is the torque and L is the angular momentum of rotating rigid body. Show that torque is equal to dl by dt. ഇത് L ആണ് കേട്ടോ. ഓക്കെ, dl by dt, അതായത് L ഇറ്റാലിക്സിൽ എഴുതുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു dl by dt എന്നുള്ളത് പ്രൂവ് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ചല്ലോ അല്ലേ, വീണ്ടും ചെയ്യേണ്ട. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. പ്രോബ്ലം ആണ്, പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് എ ഡേ വെൻ എർത്ത് ഷ്രിങ്സ് ടു 1/8 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. വളരെ നല്ലൊരു ചോദ്യമാണിത്. നമ്മുടെ എർത്തിൻ്റെ വോളിയം 1/8 ആയിട്ട് കുറയുവാണ് അല്ലേ. നമ്മുടെ ഇപ്പോഴുള്ള എർത്തിനെക്കാട്ടിലും 1/8 ആയിട്ട് അതിൻ്റെ വോളിയം കുറയുവാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഡ്യൂറേഷൻ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്നുള്ള ഇതിലേക്ക് പോവുകയാണ്. സോ ഇവിടെ നമുക്ക് എഴുതാം conservation of angular momentum is I1 ω1 is equal to I2 ω2 അല്ലേ. ഇനി നമ്മൾ വോളിയം പറഞ്ഞിട്ടുണ്ട്. പുതിയ വോളിയം അതായത് V2 എന്ന് പറയുന്നത് 1/8 ഓഫ് പഴയ വോളിയമാണ്. ദാറ്റ് ഈസ് 1/8 ഓഫ് V1 അല്ലേ പറഞ്ഞു. വോളിയം ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തിനെ ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വോളിയം നമുക്ക് 4/3 πr³ അല്ലേ വോളിയം ഓഫ് ദ സ്ഫിയറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ 4/3 πr³ പകരം നമുക്ക് R2³ എന്ന് എടുക്കാം, കാരണം സെക്കൻഡ് അല്ലേ പുതിയ വോളിയം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താവും? 4/3 πr1³ അല്ലേ. ഇവിടെ 1/8 കൂടെ കൊടുക്കുക. 1/8 ഓഫ് 4/3 ഇൻറ്റു πr1³ ആണ്. ഇനി ഇതിനകത്ത് ആരൊക്കെയാണ് ക്യാൻസലായി പോവുക? 4/3 പൈയും 4/3 പൈയും ക്യാൻസലായിപ്പോയി. അപ്പോൾ R2 ഇസ് ഈക്വൽ ടു എന്തോ കിട്ടും? R2³ ഇസ് ഈക്വൽ ടു R1³ ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 8 ഉണ്ട്, 8. അപ്പോൾ R2 എന്താ കിട്ടുക? ഇതിന് ക്യൂബ് എടുക്കുക. R2 ഇസ് ഈക്വൽ ടു R1/8ൻ്റെ ക്യൂബ് എത്രയാണ്? 2. അപ്പോൾ വോളിയം 1/8 ആയിട്ട് കുറഞ്ഞപ്പോൾ എർത്തിൻ്റെ റേഡിയസ് എത്രയായിട്ട് കുറഞ്ഞു? എർത്തിൻ്റെ റേഡിയസ് ഹാഫ് ആയിട്ടാണ് കുറഞ്ഞത്. കണ്ടോ, ഹാഫ് ആയിട്ടാണ് കുറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? റേഡിയസ് വരെ നമുക്ക് കണ്ടുപിടിച്ചു. നമ്മൾ എടുത്ത ഇക്വേഷൻ എന്തുവാണ്? I1 ω1 ഇസ് ഈക്വൽ ടു I2 ω2 വെച്ചിട്ട് നമ്മൾക്കിത് ചെയ്ത് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ I1 ω1 ഇസ് ഈക്വൽ ടു I2 ω2. അപ്പോൾ എർത്ത് എന്ന് പറയുന്നത് ഒരു സ്ഫിയർ ആണ്. നിങ്ങൾക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ലാസ്റ്റിലേക്ക്
ഒരു കോളത്തിനകത്ത് ഓരോ ബോഡീസിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കേണ്ട വാല്യൂസാണ്. പണ്ട് അതൊക്കെ ഡിറൈവ് ചെയ്യാനുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ആ ഇക്വേഷൻസ് പഠിക്കണം. അത് മിസ് തന്ന നോട്ടിനകത്ത് അതിൻ്റെ ലാസ്റ്റിലേക്ക് ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്. ഒരു സർക്കുലർ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, സോളിഡ് സ്ഫിയർ, ഹോളോസ്ഫിയറിൻ്റെ ഒക്കെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ഉണ്ട്. നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിനകത്ത് കിട്ടും. അഥവാ അതിനകത്തൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് പേഴ്സണലായിട്ട് ചോദിക്കുക, നമ്മൾ വാട്സപ്പിൽ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ I1 ω1. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത്, നമ്മൾ ഏർത്തിനെ ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ വരുന്നത് ഇതാണ്, 2/5 mr² ആണ് ഇക്വേഷൻ. അപ്പോൾ m നമുക്കിവിടെ r1² ഇൻറ്റു ഒമേഗയ്ക്ക് പകരം നമുക്ക് ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഒമേഗയ്ക്ക് പകരം നമുക്ക് 2π/t എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റു 2π/t1 എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു I2 2/5 m. പുതിയ ഇതെന്താണ് വരിക, പുതിയ റേഡിയസ് വരുന്നത് എന്താണ്, r2 ആണ് അല്ലേ. അപ്പോൾ m r2² ഇൻറ്റു 2π/t2. ഓക്കെ, അപ്പോൾ ഇവിടെ 2/5 എമ്മും ഇതും ക്യാൻസലായിപ്പോയി, 2π ക്യാൻസലായിപ്പോയി. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. പിന്നെ എന്താ വരുന്നത്, r1²/t1 ഇസ് ഈക്വൽ ടു r2² എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് കൊടുക്കാം, r2² പകരം നമുക്ക് r1² അല്ലേ. r2 എന്ന് പറഞ്ഞാൽ r1/2 അല്ലേ. അപ്പോൾ r1²/4 ഇൻറ്റു t2 എന്നല്ലേ കൊടുക്കുക. r2² പകരം നമ്മൾ എന്ത് കൊടുത്തു, r2 പകരം r1/2² ആണ്, അതായത് r1²/4. ഓക്കെ, അപ്പോൾ ഇവിടെ r1² കട്ടായിപ്പോയി. ഓക്കെ, ഇനി എന്താണ് വരുന്നത്, 1/t1 = 1/4t2. therefore t2 എന്ന് പറയുന്നതാണ് പുതിയ ടൈം പീരീഡ്. പുതിയ ടൈം പീരീഡ് എന്തായി പോവും, t1/4. t1/4 എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോഴത്തെ ടൈം പീരീഡ് എത്രയാ ഒരു ദിവസം, 24 hours ആണ്. അപ്പോൾ 24/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 hours. അപ്പോൾ ഒരു ഡേ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടുക, ഒരു ഡേ എന്ന് പറഞ്ഞാൽ പുതിയ ടൈം എന്ന് പറയുന്നത് 6 hours ആണ്. ഇപ്പോൾ 24 hours ഉള്ളത് എന്തായി മാറും, 6 hours ആയിട്ട് കുറയും. മനസ്സിലായോ. അപ്പോൾ വോളിയം 1/8 ആയിട്ട് കുറയുവാണെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 6 മണിക്കൂറായിട്ട് കുറയും. നമ്മളിപ്പോൾ പറയും 24 മണിക്കൂർ തന്നെ തികയുന്നില്ല എന്നല്ലേ. അപ്പോൾ പിന്നെ 6 മണിക്കൂറായിട്ട് കുറയുകയാണെങ്കിൽ എന്തൊരു കഷ്ടമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വളരെ നല്ലൊരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വാല്യൂ പോലും മാറ്റാണ്ട് ഏതെങ്കിലും ഒരു 3 പരീക്ഷയാണല്ലോ ഉള്ളത്. നാളത്തെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ മോഡൽ പരീക്ഷയും പിന്നെന്താണ് ബോർഡ് എക്സാം. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിച്ചാലോ. അതുകൊണ്ട് ഇത് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഓക്കെ, അടുത്തത് മോഡൽ 2023. അപ്പോൾ നമ്മൾ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞു. 2021, 2022 കഴിഞ്ഞു. 2023 വാട്ട് ഇസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ടോർക്ക്. മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ആണ് ആംഗുലാർ മൊമെന്റം കേട്ടോ. ഓക്കെ, അപ്പോൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്താണ്, ഇറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ഇൻറ്റു ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി, ഫോഴ്സ്. പൊസിഷൻ വെക്റ്റർ ഇൻറ്റു ഫോഴ്സ്. പൊസിഷൻ വെക്റ്റർ ഇൻറ്റു ഫോഴ്സ് അല്ലേ ടോർക്ക് എന്ന് പറയുന്നത് അല്ലേ. പൊസിഷൻ വെക്റ്റർ ഇൻറ്റു ഫോഴ്സ് ആണ് ടോർക്ക്. അപ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു r×f ആണ് അല്ലേ. r×f പൊസിഷൻ വെക്റ്റർ ഇൻറ്റു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ടോർക്കാണ്. അപ്പോൾ ആംഗുലർ മൊമെന്റം നോക്കിക്കേ, പൊസിഷൻ വെക്റ്റർ ഇൻറ്റു ലീനിയർ മൊമെന്റം, ഇതാണ് ആംഗുലർ മൊമെന്റം. അപ്പോൾ ഇക്വേഷൻസ് പഠിച്ചു വെക്കണേ. ടോർക്ക് എന്ന് പറഞ്ഞാൽ r×f ആണ്, ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് r×p ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇക്വേഷൻസും കൂടെ പഠിച്ചു പോകുന്നുണ്ട്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല. അണ്ടർ വാട്ട് കണ്ടീഷൻസ് ദ ടോർക്ക് ഡ്യൂ ടു ആൻ അപ്ലൈഡ് ഫോഴ്സ് ഇസ് 0. ടോർക്ക് എപ്പോഴാണ് 0 ആകുക? ടോർക്ക് 0 ആകുന്നത്, നമ്മളിപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, എന്താണ്, ടോർക്ക് ഇസ് ഈക്വൽ ടു r×f ആണ്. എന്താണ് a×b എന്ന് പറയുന്നത്? a×b എന്ന് പറഞ്ഞാൽ ab sin θ അല്ലേ. അപ്പോൾ r×f എന്ന് പറയുന്നത് എന്താണ്, rf sin θ. അപ്പോൾ എപ്പോഴായിരിക്കും ടോർക്ക് 0 കിട്ടുക? തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ, അല്ലെങ്കിൽ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആകുമ്പോൾ ടോർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ ഇസ് വെൻ ദ ഫോഴ്സ് ഇസ് അപ്ലൈഡ് എക്സാക്ട്ലി ഓൺ ദ ഒറിജിൻ ഓഫ് ദ ആക്സ് ഓഫ് റൊട്ടേഷൻ. അതായത് r 0 ആവുകയാണെങ്കിൽ, ഈ r 0 ആയി കഴിഞ്ഞാൽ എന്താണ്,
അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ തന്നെ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ടോർക്ക് ഉണ്ടാവത്തില്ല. അപ്പം R 0 ആകുമ്പോൾ അപ്പോഴും ടോർക്ക് 0 ആണ്. അപ്പോൾ ഒന്നുകിൽ ആ പൊസിഷൻ വെക്ടർ 0 ആവണം, അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ പൊസിഷൻ വെക്ടർ ആൻഡ് ഫോഴ്സ് എന്തായിരിക്കണം, അതാണ് തീറ്റ എന്ന് പറയുന്നത് കേട്ടോ. പൊസിഷൻ വെക്ടറും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കണം. അതാണ്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്താണ്. ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഇസ് എ കോൺസ്റ്റൻറ്റ് ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആബ്സെൻറ്റ്, അല്ലേ. എക്സ്റ്റേണലി നമ്മളൊരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുത്തിട്ടില്ല എങ്കിൽ ആ ബോഡിയുടെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്താണ്? ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഇസ് എ കോൺസ്റ്റൻറ്റ് ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ഇസ് ആബ്സെൻറ്റ്. അവിടെ നമ്മൾ ഫോഴ്സ് പറയുമ്പോൾ ഇവിടെ എന്ത് പറയണം? ടോർക്ക് എന്ന് പറയണം. According to law of conservation of angular momentum, when no external torque acts on a system of particles, the angular momentum of the system remains constant. ഇനി മറ്റൊരു പ്രോബ്ലം, ഒരു ന്യൂമറിക്കൽ ആണിത്. Torque of the force is a torque of the force if F is equal to 2I minus 5J plus 4K and R equals 3I plus 3J plus 3K. ഓക്കെ, അപ്പം നമ്മളിവിടെ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത്? R എത്ര തന്നിരിക്കുന്നത്? 3I cap പ്ലസ് 3J cap പ്ലസ് 3K cap എന്ന് തന്നു. ഫോഴ്സ് തന്നിരിക്കുന്നത് 2I cap മൈനസ് 5J cap പ്ലസ് 4K cap, അല്ലേ? അങ്ങനല്ലേ? 2, 5, 4. 2 മൈനസ് 5 പ്ലസ് 4, 3 പ്ലസ് 3 പ്ലസ് 3. ഓക്കെ, യെസ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടോർക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോർക്ക് ഇസ് ഈക്വൽ ടു R ക്രോസ് എഫ് ആണ് നമുക്കറിയാം, അല്ലേ. അപ്പോൾ ഈ R ക്രോസ് എഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഇതിപ്പം +2 സ്റ്റാർട്ടിങ്ങിൽ മാത്സിൽ വരുന്ന ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല രസമാണ് ഇത് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ R ക്രോസ് എഫ് തരികയാണെങ്കിൽ, ക്രോസ് പ്രോഡക്റ്റ് തരികയാണെങ്കിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് ലൈനിൽ IJK എന്ന് കൊടുക്കുക. ഇതിനെ റോ എന്നും ഇതിനെ കോളം എന്നാണ് വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് റോയിൽ നമ്മൾ IJK കൊടുത്തു. രണ്ടാമത്തെ റോയിൽ കൊടുക്കേണ്ടത് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ്? 2 മൈനസ് 5 പ്ലസ് 4, അല്ലേ. അപ്പോൾ അത് കൊടുക്കുക. 2 മൈനസ് 5 4 കൊടുക്കുക. മൂന്നാമത്തെ കോളത്തിനകത്ത് 6 കൊടുക്കുക. 3 3 3. ഓക്കെ, ഇത് എഴുതിയാൽ മനസ്സിലായല്ലോ. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കിക്കോളൂ. നമ്മൾ ആദ്യം തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് വെക്ടർ അങ്ങനെ തന്നെ എഴുതുക. I cap അങ്ങനെ തന്നെ എഴുതി കേട്ടോ. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ഈ I cap വരുന്ന കോളവും I cap വരുന്ന റോയും പിന്നെ നമ്മൾ എടുക്കാൻ പാടില്ല. എന്നിട്ട് ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഇവരാണ്, അല്ലേ. അവരെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. -5 × 3 എത്രയാണ് വരുന്നത്? -15. ഓക്കെ, എന്നിട്ട് ഒരു മൈനസ് ഇവിടെ കൊടുക്കുക. 4 × 3 എത്രയാണത്? 12. മനസ്സിലായോ? അടുത്ത നോക്കിക്കോ. അപ്പോൾ ആദ്യം Iക്ക് പോസിറ്റീവ് കൊടുത്തുകൊണ്ട് രണ്ടാമത് Jക്ക് മൈനസാണ് കൊടുക്കേണ്ടത്. -J cap ഇൻറ്റു, ഇനി നമ്മൾ പറഞ്ഞേ എന്താണ്? J cap വരുന്ന റോയും കോളവും J cap വരുന്ന റോയും എടുക്കാൻ പാടില്ല. ബാക്കി ആരാളുള്ളത്? 2 × 3. 2 × 3 എത്രയാണ്? 6 മൈനസ് 3 × 4 എത്രയാണത്? 12. ഓക്കെ, വീണ്ടും പ്ലസ് കൊടുക്കുക. പ്ലസ് K cap ഇൻറ്റു, ഇനി അടുത്തത് ആരെയാണ് നമ്മൾ പിന്നെ ഒഴിവാക്കേണ്ടത് നോക്കുക. ആരെയാണ്? K അല്ലേ. അപ്പം ഈ റോയും ഈ കോളവും ഈ റോയും ഒഴിവാക്കുക. എന്നിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 എന്താണ്? 6, അല്ലേ. 2 × 3 6 മൈനസ് ഓഫ്, അല്ലേ, മൈനസ് ആയിട്ടുണ്ട്. മൈനസ് ഓഫ് -5 × 3 എത്രയാണ് വരുന്നത്? 15. അപ്പം -15 ആണ്. അപ്പോൾ ഇവിടെ എന്തായി? +15 ആയി. മനസ്സിലായോ? ഇത് I cap ആദ്യം എടുക്കുക, അത് വരുന്ന കോളവും റോയും ഒഴിവാക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -5 × 3 എന്നിട്ടൊരു മൈനസാണ് കൊടുക്കേണ്ടത്. -3 × 4. എന്നിട്ട് രണ്ടാമത്തെ Jയുടെ കൂടെ -J cap എന്ന് കൊടുക്കണം. ഇൻറ്റു അതിൻ്റെ കോളവും റോയും ഒഴിവാക്കി. 2 × 3 എത്രയാ? 6 മൈനസ് ഇടുക. 3 × 4 എത്ര വന്നു? -12, അല്ലേ. പ്ലസ് അടുത്തതിന് മൂന്നാമത്തേന് വീണ്ടും പ്ലസ് കൊടുക്കുക. +K cap, അല്ലേ. അപ്പം ഈ കോളവും ഈ റോയും ഒഴിവാക്കി. 2 × 3 6 മൈനസ് ഓഫ് -5 × 3 എത്രയാണ് വരുന്നത്? +15, അല്ലേ. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ പോരെ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു
I cap into -5 - 12, that is -27 അല്ലേ. 6 - 12 -6 അപ്പോൾ +6 j cap. ഓക്കെ, then 15 + 6 21 അപ്പോൾ +21 k cap. അപ്പോൾ ദാറ്റ് ഈസ് -27 I cap +6 j cap +2 k cap. ഇതാണ് ഇക്വേഷൻ ഫോർ ടോർക്ക് കിട്ടിയത്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഫൈൻഡ് ദ വാട്ട് ഈസ് ദ ടോർക്ക് ഓഫ് ദ ഫോഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 27 I cap -6 j cap -21 k cap അല്ലേ. നമുക്കിവിടെ ആദ്യത്തേൽ -27 +6 j cap +21 k cap അത് തന്നെയാണ്, സെയിം തന്നെയാണ്. നമ്മളൊരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതായത് അതിനകത്ത് അവർ സൊല്യൂഷനകത്ത് ആദ്യം ആറിൻ്റെ വാല്യൂ പിന്നെ ടോയാണ് കൊടുത്തത് അല്ല, പിന്നെ ഫോഴ്സിൻ്റെ കൊടുത്തത്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചെടുത്തു. ഇപ്പോൾ രണ്ടും ശരി തന്നെയാണ് അല്ലേ. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെയിം തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന മനസ്സിലായോ? ഇതൊന്ന് ചെയ്ത് പഠിച്ചേക്കണം കേട്ടോ. ടോർക്ക് കണ്ടുപിടിക്കാൻ അധികവും ചോദിക്കാറുണ്ട് R×F കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ 90% ചോദിക്കും, 100% ചോദിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും മുന്നത്തെ ഒരു എക്സാമിന് ചോദിച്ചതല്ലേ, അപ്പം നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ഇപ്പോഴത്തെ ബോർഡ് എക്സാമിന് ചോദിച്ച +1 ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2023. ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ് ഇസ് കോൾഡ്. ഏതാണ്? സെൻറ്റർ ഓഫ് മാസ് അല്ലേ. ഓക്കെ, 10ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി? നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ. മാസ് ഓഫ് ദ ബോഡി, സൈസ് ആൻഡ് ഷേപ്പ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, പൊസിഷൻ ആൻഡ് ഓറിയന്റേഷൻ. അതിനകത്ത് നമ്മൾ 3 ഫാക്ടേഴ്സേ പറഞ്ഞിരുന്നുള്ളൂ. ഇവിടെ ഒന്നും കൂടെ പറയുകയാണ്. അതായത് ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ ആൻസർ കീ മാറുന്നത് കാരണമാണ്. മാസ് ഓഫ് ദ ബോഡി എന്തായാലും ഡിപ്പെൻഡ് ചെയ്യും, ബോഡിയുടെ സൈസിനെയും ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. പിന്നെന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അത് അവിടെയും പറഞ്ഞു. പൊസിഷൻ ആൻഡ് ഓറിയന്റേഷൻ, അതാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറുമെന്ന് പറഞ്ഞത്. വീണ്ടും സ്റ്റേ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അല്ലേ. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്താണ്? ടോട്ടൽ ആംഗുലർ മൊമെന്റം ഇസ് എ കോൺസ്റ്റന്റ് ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ഇസ് ആബ്സെന്റ്. അത് എഴുതാൻ മറന്നു പോരുത് കേട്ടോ. എക്സ്റ്റേണൽ ടോർക്ക് ആബ്സെന്റ് ആവുകയാണെങ്കിൽ മാത്രമേ ആംഗുലർ മൊമെന്റം കൺസർവ്ഡ് ആവുള്ളൂ. ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, how does the speed of a ballet dancer vary when outstretching her arms and legs, folding her arms and legs? എപ്പോഴാണ് ഇവർക്ക് സ്പീഡ് എങ്ങനെയാണ് ഇവരുടെ സ്പീഡ് മാറുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം വെച്ചിട്ട് പറയാം. ആംഗുലർ മൊമെന്റം I⍵ = എ കോൺസ്റ്റന്റ് ആണ് അല്ലേ. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോൾ ആംഗുലർ വെലോസിറ്റി കുറയണം. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം mr² ആണ്. അപ്പോൾ mr² = എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാസ് ഒരിക്കലും മാറത്തില്ല അല്ലേ. അപ്പോൾ R കൂടുകയാണെങ്കിൽ ഒമേഗ കുറയും, അല്ലെങ്കിൽ നേരെ തിരിച്ച്. അപ്പോൾ ഈ ബാലെ ഡാൻസർ കൈ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് കറങ്ങുന്ന സമയത്ത് ഇതാണ് അവരുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ അവർ കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനും ഈ എൻഡിലുള്ള പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് അല്ലേ. അതായത് R വളരെ കൂടുതലാണ്. R വളരെ കൂടുതലാവുമ്പോൾ ഒമേഗയ്ക്ക് എന്ത് സംഭവിക്കും? ഒമേഗ കുറയും, അതായത് സ്പീഡ് കുറയും. മനസ്സിലായോ? അപ്പോൾ ഔട്ട്സ്ട്രെച്ചിങ് ഹർ ലെഗ്സ് ആൻഡ് ആംസ് ചെയ്യുമ്പോൾ R increases, so moment of inertia increases, hence speed decreases. ഇനി കൈ ചേർത്ത് വെച്ച് കറങ്ങുമ്പോഴോ, ഇപ്പം നോക്കിക്കേ, ഇത് തന്നെയാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പക്ഷെ കൈ മടക്കി വെക്കുമ്പോൾ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്തായി? കുറഞ്ഞു. നേരത്തെ ഇത്ര ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് ഇപ്പോൾ കുറഞ്ഞു. R കുറയുമ്പോൾ ഒമേഗയ്ക്ക് എന്താ സംഭവിക്കുക? ഒമേഗ കൂടും അല്ലേ. അപ്പോൾ അവർക്ക് സ്പീഡിൽ കറങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ കഥക് ഡാൻസേഴ്സും ബാലെ ഡാൻസേഴ്സും ഒക്കെ അവർ ടേൺ ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ടേൺ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വേറെ എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പൂച്ചയെ നമ്മൾ എടുത്ത് എറിയുമ്പോൾ പൂച്ച ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടാണ് പോയി വീഴുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാണ് അവർ സ്ട്രെച്ച് ചെയ്യുന്നത്? സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അവരെന്താ അവിടെ ചെയ്യുന്നതെന്നറിയോ? മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുകയാണ്. അപ്പോൾ ഈ പൂച്ച ആംഗുലർ മൊമെന്റത്തിൻ്റെ കൺസർവേഷൻ ഒന്നും പഠിച്ചിട്ടല്ല, അതൊക്കെ അവർക്ക് ബൈ ബേർത്ത് ഓരോരോ കഴിവുകൾ കിട്ടുന്നതാണ് അല്ലേ. അപ്പം മൊമെന്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? സ്പീഡ് കുറയും. അത് സേഫ് ആയിട്ടായിരിക്കും പോയി ലാൻഡ് ചെയ്യുക. അതാണ് നമ്മൾ പൂച്ചനെ എങ്ങനെ എറിഞ്ഞാലും അവരുടെ കൈയും കാലൊന്നും ഒടിയാൻ ചാൻസ് കുറവാണ്. കാരണം അവർ എപ്പോഴും സേഫ് ലാൻഡിങ് ആയിരിക്കും എന്ന് പറയും. പിന്നെന്താണ്? ഈ ഇതിലൊക്കെ സ്വിമ്മേഴ്സ് അങ്ങനെ കണ്ടിട്ടില്ലേ, അവർ ഡൈവ് ചെയ്യുന്ന സമയത്ത് അവർ മാക്സിമം ബോഡി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടാണ് ഡൈവ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ചേർത്ത് വെക്കുമ്പം
കൂടുതൽ നമ്പർ ഓഫ് റൊട്ടേഷൻസ് അവർക്ക് കിട്ടും. കാരണം ബോഡി ചേർത്ത് വെക്കുമ്പോൾ ഐ കുറയുമ്പോൾ ഒമേഗ കൂടും, അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടും. പക്ഷെ അവർ വെള്ളത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർ സ്ട്രെച്ച് ചെയ്തിട്ടാണ് വെള്ളത്തിലേക്ക് ചാടുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐ കൂടി, അന്നേരം ഒമേഗയ്ക്ക് എന്ത് സംഭവിച്ചു? ഒമേഗ കുറഞ്ഞു, അവർ സേഫായിട്ട് വന്ന് വെള്ളത്തിലേക്ക് വീഴും. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വീഴുന്ന സമയത്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വീഴുക. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം ഉണ്ടാവും. മൂന്നാമത്തെ പ്രാവശ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ടോർക്ക് ഇസ് ഈക്വൽ ടു dl/dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഇസ് ടോർക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നതാണ് ടോർക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ആണ് എന്ത്? ഫോഴ്സ്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ആണ് ടോർക്ക്. ഓക്കെ, അപ്പോൾ 2023 ചോദ്യവും കഴിഞ്ഞു. അപ്പോൾ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ശരിക്കും ഒരു 5 മാർക്കിൻ്റെ ഒക്കെ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവസാനത്തെ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഓരോ ബോഡീസിൻ്റെ ഡെറിവേഷനും ഒക്കെ കട്ട് ചെയ്തതുകൊണ്ടാണ് അതിൻ്റെ വെയിറ്റേജ് കുറഞ്ഞത് കേട്ടോ. അതിൻ്റെ തിയറമൊക്കെ പഠിക്കാനുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ റൊട്ടേഷൻ മോഷൻ ഇപ്പോൾ ഒരുവിധം ഒന്ന് ഓക്കെ ആയോ? ഒരു സമാധാനം കിട്ടിയോ? ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്തത് ഗ്രാവിറ്റേഷനും പഠിക്കാം, വർക്ക് എനർജിയും പഠിക്കാം. അപ്പോൾ പിന്നെ ഇന്നലെ സോളിഡ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഡൗട്ട് ഞാൻ കമൻറ്റിൽ കണ്ടിരുന്നു. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ആ ഡൗട്ട് ചോദിച്ച ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ബോയ് ആണോ ഗേൾ ആണോ എന്നറിയില്ല, ആരാണെങ്കിലും മിസ്സിനോടൊന്ന് വാട്സപ്പിൽ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സിനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. എന്തോ ഒരു കൺഫ്യൂഷൻ വന്നതാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ ഡൗട്ട്സൊക്കെ അങ്ങനെ ക്ലാരിഫൈ ചെയ്യുക കേട്ടോ, ചോദിച്ചൊക്കെ ക്ലാരിഫൈ ചെയ്യുക, പഠിച്ചു പോവുക. അപ്പം നമുക്കിനി അടുത്ത ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ ചെയ്യാം. ഓക്കെ, ബൈ.